നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ചാർലി ഫിലിം ഷൂട്ട് ചെയ്ത ഒരു സ്ഥലത്തേക്കാണ്. അതിമനോഹരമായ ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് കണ്ടാൽ എന്തായാലും ഇഷ്ടപ്പെടും. കയറുമ്പോൾ തന്നെ ഒരു തേയിലത്തോട്ടവും ഇതൊക്കെ ആയിട്ടാണ്. അതിൻ്റെ തൊട്ട് ചേർന്നുള്ള ഒരു വഴിയാണ്. ആ വഴി കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഇവിടുന്ന് ഒരു ബോർഡ് വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി എന്നാണ് പറയണത്. വരുന്നവർ കാറ് സൈഡ് പാർക്ക് ചെയ്തിട്ട് വേണം നടന്നു പോകണം. എന്നാലേ ഒരു ഫീൽ ചെയ്ത് പോകാൻ പറ്റുള്ളൂ അല്ലേ? ഇതിലെ കാറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടിയടിക്കും. അപ്പോൾ കാറെല്ലാം അവിടെ ഒതുക്കിയിടാനുള്ള ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ ഇട്ടിട്ട് എല്ലാവരും നടക്കണം. അതാണ് നല്ലത്. ബെറ്റർ ഓപ്ഷൻ അതാണ്. ബെറ്റർ ഓപ്ഷൻ അതായിരിക്കും. ഇതണ്ട ഇങ്ങനെ കയറ്റിറക്കുവാണ് ഇത് കല്ല് ഇങ്ങനെ. പിന്നെ ഈ ജീപ്പൊക്കെ ഉള്ളവർക്ക് അല്ലേ? ജീപ്പ് ഉള്ളവർക്കൊക്കെ ഓക്കെ. ടാർ ചെയ്തിട്ട് വരാം. കണ്ട നല്ലൊരു കിടിലൻ സ്പോട്ട്. കിടിലൻ ഒരു രക്ഷയില്ല കേട്ടാ. കിടിലൻ. പിന്നെ വെയിലുണ്ടെങ്കിലും അത്ര ഇതില്ല കേട്ടാ. ചൂടറിയാനില്ല അല്ലേ? അതെ അതെ, അത് ആ ക്ലൈമറ്റിന്റെ ആണ്. ഒരു പൊള്ളിച്ച മാത്രമേ ഉള്ളൂ. അതെ, വിശപ്പില്ലാത്ത ചിലവർ അത് മുതലെടുക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. അല്ല ഈ മരമൊക്കെ അടിപൊളിയല്ലേ അല്ലേ? ഇതിനും മനോഹരമായ സ്ഥലമാണ് ഞാൻ അടുത്ത് കാണാനുള്ളത്. അതെ, അതിഗംഭീരം, മാർവലസ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഈ മരങ്ങളൊക്കെ കണ്ടാൽ ഇവിടെ വെച്ച് പിടിപ്പിച്ചെന്നല്ലേ വിചാരിക്കുള്ളൂ. പക്ഷെ ഇതൊക്കെ തന്നെ ഉണ്ടായതാണ്. അപ്പൊ ഇതാ തേയില ഉണ്ടാക്കിയാണ് അല്ലേ? തേയില നട്ട് ഇതാക്കിയാണ്. ഇത് തന്നെ വന്നാണ് മറ്റേ കടാ ഒരു കാറ്റടിക്കണ സൗണ്ട് കേൾക്കണ. ആ ഭംഗി നോക്കി തേയിലേൻ്റെ. ഇത്ര മനോഹരമായിട്ട് തേയില എവിടെയെങ്കിലും ആരും കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ഇടയിൽ പൂവുകൾ കണ്ടോ? തേയിലേൻ്റെ ഇടയിൽ പൂവുകൾ, വയലറ്റ് പൂവ്, ഇതൊക്കെ ഒന്ന് സുന്ദര തേയില. തേയില ശരിക്കുള്ള തേയില അല്ലേ? കൊണ്ടുപോയി വീട്ടിൽ പോയി ചായ ഉണ്ടാക്കി കുടിക്കും. ചായപ്പൊടിനെ മണ്ണുണ്ടാ. വീട്ടിൽ പോയി ചായ ഉണ്ടാക്കി കുടിക്കും. ഒരു തേയില ഞാൻ എടുത്തിട്ടുണ്ട്. ആരും കണ്ടിട്ടില്ല. ഓ, ഇവിടെ ഭയങ്കര കൂളാടാ അല്ലേ? കൂളിംഗ് ഇല്ലേ? നല്ല ഇതിന് AC മരം എന്ന് പറയുന്നത്. ഇത് ഇടക്കിടക്ക് നട്ടേക്കണ അതിന് വേണ്ടിയിട്ടാണ്. ഇതിന് അടിയിൽ മൊത്തം തണുപ്പായിരിക്കും. നമ്മളെ വീട്ടിലെ റൂമിൽ കൊണ്ടുവച്ചാൽ പിന്നെ AC വേണ്ടല്ലോ. AC വേണ്ട. പക്ഷെ ഇത് അവിടെ കൊണ്ട് വെക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. ഒരു കൊമ്പല്ല, ഫുള്ള് വേണം. പിന്നെ ഇവിടുത്തെ സ്ഥലത്തിന് എല്ലാവരും അറിയപ്പെടുന്നത് ചാർലിക്കുളം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അങ്ങനെ ഇവിടുത്തെ നാട്ടുകാർ നമ്മൾ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ ചാർലിക്കുളം തേടിയാണ് നിങ്ങൾ പോണത് അങ്ങനെയാണ് ചോദിക്കുന്നത്. ചാർലിൻ്റെ ഇത് ചാർലിയില ദുൽഖറിൻ്റെ ഇതാണ്. പടത്തിലുണ്ട്, ദുൽഖറിൻ്റെ പടത്തിലുണ്ടത്. വെള്ളത്തിന്റെ ചാർലിയിലെ തോർത്ത്. ചാർലി മോനിങ്ങടാ. മറ്റേ സാധനം കാണിച്ചാല് പക്ഷെ അത് കുതിരനായിട്ട് ഇങ്ങനെ ഓടണ. നീ ഓട്, ഞാൻ കുതിരയായിട്ട്. ആ ചാലിക്കുളം അത് നമുക്ക് ചാർലിന്റെ കുളത്തിന് അവിടെ പോയിട്ട് കുളാക്കിയാ പോലെ. അത് ആ സീൻ സ്ഥലം ഉണ്ടല്ലോ. അങ്ങടെ ആയിരിക്കണം. ഇവിടെ പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ ഇവിടെ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു പണ്ട്. ഇതാണോ സ്പോട്ട്? ഇതാണോ ഇവിടം വരെ ഉള്ളോടാ? പിന്നെ ഇങ്ങോട്ട് നല്ല റോഡാണോ? ഇവിടെ ചാർലിക്കുളം എവിടെയാന്ന് ചോദിക്കും ആൾക്കാരോട്.
കൊള്ളാല്ലേ? ഫിലിമിലെ കുളമാണ്, അതിപ്പോൾ ഒരു കുളമായി കിടക്കണേണ്. മൊത്തം വെള്ളം പോയി അതില. ഇപ്പൊ വെള്ളം ചാർലിയില് ദുൽഖർ ഓടുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നിലവില് ഇപ്പൊ വെള്ളമൊന്നും ഇല്ല, രണ്ട് സൈഡും വെള്ളമാണ്. അത് മഴക്കാലം ആകുമ്പോഴത്തേക്കും വെള്ളമൊക്കെ നിറയും ഇവിടെ. ഇതിലെ അകത്തോട്ടാണ് അങ്ങോട്ട് പോണം. ഹോമിനിന്റെ ടയർ ഉണ്ടില്ലേ നീ വീഡിയോ? തരി വെള്ളമില്ല. മറ്റേത് ഇതിലെ നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ വെള്ളം ഉണ്ടാവും. ഇത് നിറഞ്ഞിട്ട് മഴക്കാലത്ത് ഈ സെൻറ്ററിൽ വരെ വെള്ളം ഉണ്ടാവും. അതൊക്കെ പോയി കംപ്ലീറ്റ്. സ്ഥലം അടിപൊളിയാണ് കേട്ടോ, നല്ല കിടിലൻ പ്ലേസാണ്. നൈസ്. നമ്മ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് ഈ പ്ലേസ്. നല്ല നീറ്റ് സ്ഥലം. ഇത്തിരി വെള്ളം ഉണ്ട് അതിൽ, ഇത്തിരി വെള്ളം, കുറച്ച് വെള്ളമുണ്ട്. അതുകൊണ്ട് പറ്റിയാൽ തീർന്ന്. പിന്നില്ല അല്ലേ? പിന്നെ ഇവിടെ ആൾക്കാർ വന്നിട്ട് കാര്യമില്ല. ഇതൊരു കുളമായിരുന്നു കേട്ടോ, ഇതൊരു കുളമാണ്. ഇല്ല, ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ പാസ് ചെയ്ത് അപ്പുറം വരും. മഴ പെയ്തിട്ട് മൊത്തം ഈ മലയെന്നില്ലേ, ഈ മലയിൽ നിന്ന് മൊത്തം വെള്ളം ഇങ്ങനെ അടിഞ്ഞിട്ട് ഇവിടെ വരും. എന്നിട്ട് ഇതിൽ നിന്ന് അറിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകും. താഴത്തുനിന്ന് ആൾക്കാർ ഇവിടെ പിന്നെ കുളിക്കാന സംഭവം. ഇവിടെ നിന്ന് അറിഞ്ഞിട്ട് എക്സസൈസ് തന്നെ വെള്ളം താഴത്തേക്ക് പോകും. ഇതിൽ നിന്ന് കുളിക്കാനും കുടിക്കാനൊക്കെ എടുക്കും ആൾക്കാർ. പക്ഷെ ഇവിടെ കുളിക്കണ ചാർലിയില് കുളിക്കണ സ്ഥലം ഇതാണ് അല്ലേ? ശരിക്കും ചാർലിയില് ദുൽഖർ ഓടുന്നത് ഇല്ലെന്ന് തോന്നുന്നു, വെള്ളത്തിൽ ചവിട്ടിയിട്ട് കുതിരനെ കൊണ്ടിട്ട് ഓടണ. അതിവിടെ ഇല്ല, അത് വേറെ സ്ഥലത്താണ്. ഇതാണ് കുതിരനായിട്ട് തന്നെ സ്ഥലം അല്ലല്ലേ? അല്ലേ? അതാണ്ടാ കിടിലം പ്ലേസ് ആണ് കേട്ടോ ഇത്. ഇവിടെ വരാത്തവർ എന്തായാലും ഇവിടെ വന്ന് കാണണം. നല്ലൊരു പ്ലേസാണ്. നമ്മൾ കൊച്ചിയിൽ നിന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ മറ്റേ പരുന്തുംപാറ ആ പോണ റൂട്ടിൽ തന്നെയാണ് ഈ പറഞ്ഞ ലൊക്കേഷന്. പീരുമേട് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു ഉള്ളിലോട്ടൊരു ഡീവിയേഷനിലാണ്. ലാൻഡ് മാർക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇതേതാണ് ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ഈ എസ്റ്റേറ്റിൻ്റെ ലാഡ്രം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇങ്ങോട്ട് ലൊക്കേഷൻ കിട്ടും നമുക്ക്. അപ്പോൾ ആ ലൊക്കേഷൻ പിടിച്ച് വന്നാൽ മതി. കാണേണ്ട സ്ഥലം തന്നെയാണ്, ആസ്വദിക്കേണ്ട സ്ഥലം തന്നെയാണ്.